മോർണിംഗ്. കറണ്ട് അഫയേഴ്സ് ഇന്ന് വെനസ്ഡേ ആണ്, ഫെബ്രുവരി 26. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ട്രംപ് റിന്യൂസ് ഓഫർ ടു മീഡിയേറ്റ് ഓൺ കാശ്മീർ ബട്ട് സ്കേർട്സ് CAA എന്ന് പറയുന്ന ന്യൂസാണ്. എന്താണെന്ന് വെച്ചാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒഫീഷ്യൽ വിസിറ്റ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്ത് പോയി തിരിച്ച് US അദ്ദേഹം അതിനു മുമ്പായിട്ട് കാശ്മീരിൽ ഇന്ത്യയുടെ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂവിൽ മീഡിയേഷൻ ചെയ്യാമെന്ന് ഇപ്പൊ സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് അനുവദിക്കത്തില്ല. കാര്യം തേർഡ് പാർട്ടി മീഡിയേഷൻ കാശ്മീർ ഇഷ്യൂവിൽ ഇന്ത്യ അനുവദിക്കത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്കേർട്ട് CAA അതായത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് ഈ ട്രംപ് സംസാരിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ട്രംപ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റർ എന്ന് മാത്രമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസാണ് ഫ്രണ്ട് പേജ്. ട്രംപ് റിന്യൂസ് ഓഫർ ടു മീഡിയേറ്റ് ഓൺ കാശ്മീർ എന്ന് പറയുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ മറ്റൊന്നും എഴുതാനില്ല, പക്ഷെ അതെല്ലാവരും വായിച്ചു നോക്കണം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ വയലൻസ് കണ്ടിന്യൂസ് ഇൻ ഡൽഹി ഫോർ തേർഡ് ഡേ, ടോൾ ക്ലൈംസ് ടു 13 എന്നൊരു ന്യൂസ് ആണ്. അതിൽ നമുക്ക് അവിടെ ഒന്നും എഴുതിയെടുക്കാനില്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിൽ വലിയ പ്രശ്നങ്ങളാണ്. അവിടെ ഈ CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന് എതിർക്കുന്ന ആൾക്കാരും അനുകൂലിക്കുന്ന ആൾക്കാരും തമ്മിൽ വലിയ വയലൻസ് നടക്കുന്നു. അതിൽ 13ഓളം പേര് മരിച്ചു, ഇൻക്ലൂഡിംഗ് പോലീസ്മാൻ. അതാണ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ന്യൂസ്, NDA റൂൾഡ് ബീഹാർ പാസസ് റെസൊല്യൂഷൻ അഗൈൻസ്റ്റ് NRC. BJPയും ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന പാർട്ടിയും തമ്മിൽ ചേർന്ന് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ് ഡൽഹി. ആ ഡൽഹി NRCക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അപ്പൊ BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് NRC നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം NRC അല്ലെങ്കിൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ആസാമിൽ നടപ്പാക്കിയെങ്കിലും ഓൾ ഓവർ ഇന്ത്യ നടപ്പാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ബീഹാറിൽ അത്തരത്തിലൊരു റെസൊല്യൂഷൻ അവർ ഭരിക്കുന്ന സ്റ്റേറ്റിൽ അവർ പാസ്സാക്കത്തില്ല. അപ്പൊ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറാണ്, ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ BJPയുടെ സുശീൽ കുമാർ മോഡിയുമാണ്. സുശീൽ കുമാർ മോഡി. ഇത്രയാണ് ഫ്രണ്ട് പേജ് ന്യൂസ്. ഫ്രണ്ട് പേജ് ന്യൂസ് കഴിയുമ്പോൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് പിന്നീട് സ്പോർട്സ് ആണ്. സ്പോർട്സ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമുള്ളത് ഡേവിസ് കപ്പിനെ കുറിച്ച്. ഞാൻ ഇന്നലെ ഫെഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞത്. ഫെഡ് കപ്പ് ഫീമെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഈ ഫെഡ് കപ്പിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്കിത റൈന, ഇന്ത്യയുടെ നമ്പർ 1 സിംഗിൾസ് ടെന്നീസ് പ്ലെയർ, ഫീമെയിൽ ടെന്നീസ് പ്ലെയർ, അവരൊക്കെ ഫെഡ് കപ്പ് ഫീമെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പായ ഫെഡ് കപ്പിൽ പങ്കെടുക്കുന്നു പറഞ്ഞു. അതുപോലെ ഡേവിസ് കപ്പ് പുരുഷന്മാരുടെ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ്, മെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ്. ഈ ഡേവിസ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. ഡേവിസ് കപ്പിൽ ഇന്ത്യയുടെ ടീമിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. ഇന്ത്യയുടെ ടീമിൽ പ്രജ്നേഷ് ഗുണേശ്വരൻ, ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ് പ്രജ്നേഷ് ഗുണേശ്വരൻ, അദ്ദേഹമുണ്ട്. സുമിത് നഗൽ, വേറൊരു ടെന്നീസ് പ്ലെയർ ആണ് സുമിത് നഗൽ, NAGAL. അതുപോലെ രാംകുമാർ രാമനാഥൻ, ഇവരൊക്കെ ഇന്ത്യൻ ടീമിലുണ്ട്. ലിയാൻഡർ പേസ് ഉണ്ട്. പിന്നീട് രോഹൻ ബൊപ്പണ്ണ ഉണ്ട്. ഇവരൊക്കെ ഇന്ത്യയുടെ ടീമിലുണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഈ ടെന്നീസ് പ്ലേയേഴ്സിന്റെ പേര് അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഖോസൽ ജോഷ്ന ടു ലീഡ് ഇന്ത്യ അറ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, അതായത് ഏഷ്യൻ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് മലേഷ്യയിൽ നടക്കാൻ പോകുന്നു. ഏഷ്യൻ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് മലേഷ്യയിൽ നടക്കുമ്പോൾ ഇന്ത്യയെ ലീഡ് ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ ലീഡിംഗ് സ്ക്വാഷ് പ്ലേയേഴ്സായ സൌരവ് ഖോസലും ജോഷ്ന ചിന്നപ്പയുമാണ്. അവർ ഇന്ത്യയുടെ നാഷണൽ ചാമ്പ്യന്മാരുമാണ് സ്ക്വാഷില. സൌരവ് ഖോസല ആൻഡ് ജോഷ്ന ചിന്നപ്പ. അപ്പൊ അത്രയാണ് ആ പേജിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ളത്. അതിനടുത്ത പേജില് സ്പോർട്സിൽ ഒന്നും തന്നെ നമുക്ക് എഴുതിയെടുക്കാനില്ല. കാരണം വെച്ചാൽ ന്യൂസിലാൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിലെ ഫസ്റ്റ് മാച്ച് ഇന്ത്യ തോറ്റു. അപ്പം ഇന്ത്യ ഇനി എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ അടുത്ത മാച്ചുകളിൽ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ അല്ലാതെ ഒന്നും എഴുതിയെടുക്കാനില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ ബിസിനസ് പേജ് ഉണ്ട്. ബിസിനസ് പേജിൽ BS6 ഫ്യൂൽ സെസ് മേ ബി ഓൺ കാർഡ്സ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ന്യൂസ്. BS6 ഫ്യൂൽ സെസ് മേ ബി ഓൺ കാർഡ്സ്. BS6 ആണ് ഇനി മുതൽ ഇന്ത്യയിൽ പിന്നീട് വാഹനങ്ങളിൽ പൊല്യൂഷൻ കൺട്രോൾ നോം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പൊല്യൂഷൻ കൺട്രോൾ നോംസിനെയാണ് BS4 എന്നും BS6 എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ BS6 ഏപ്രിൽ 1 തൊട്ട് നിലവിൽ വരികയാണ്. അപ്പൊ ഇന്ത്യയിലെ വാഹനങ്ങളെല്ലാം കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആവും, പൊല്യൂഷൻ ഫ്രീ ആകും. അപ്പൊ പൊല്യൂഷൻ ഫ്രീ ആകുന്ന വാഹനങ്ങളിൽ ടെക്നോളജി ചേഞ്ച് ചെയ്ത് BS6 ആക്കിയോണ്ട് മാത്രം കാര്യമില്ല, അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂലും BS6 സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ആവണം. അപ്പൊ BS6 സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഫ്യൂവല് നമ്മളുടെ വാഹനങ്ങൾ പിന്നീട് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് OMCs ആൻഡ് എക്സ്പാൻഷൻ നടന്നിരിക്കുന്ന OMCസിന്റെ എക്സ്പാൻഷൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എന്നാണ്. ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് അവരുടെ റിഫൈനറീസിൽ 35,000 crores ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. എന്നാലേ ആ രീതിയിലുള്ള ഫ്യൂൽ അവർക്ക് നമുക്ക് തരാൻ പറ്റും, 35,000 കോടിയോളം. അപ്പൊ അത് തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് BS6 ഫ്യൂൽ സെസ് എന്ന പേരുള്ള ഒരു ഫ്യൂൽ സെസ് നമ്മളുടെ
പെട്രോളിന്റെ പ്രൈസിലും ഡീസലിന്റെ പ്രൈസിലും ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ഒക്കെയാണ്. അപ്പൊ അവരൊക്കെയാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ മൗറീഷ്യസ് FPIs ക്യാൻ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ സേസ് സെബി. ഇതില് 3 കാര്യങ്ങളാണ്. ഒന്ന് മൗറീഷ്യസ്, വേറൊന്ന് FPI, വേറൊന്ന് സെബി. മൗറീഷ്യസ് എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ഷെയർ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട്. ഇപ്പൊ അവർ 2ാം സ്ഥാനത്താണ്. ഇപ്പോഴും അപ്പൊ അവർ 2ാം സ്ഥാനത്തുണ്ട്. അപ്പൊ മൗറീഷ്യസ് എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത്. ഷെയർ മാർക്കറ്റിലേക്കാണ്. അപ്പം ഈ മൗറീഷ്യസിന് ഇപ്പോൾ FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. FATF അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് ആണ് ആരുടെ യുണൈറ്റഡ് നേഷൻസിന്റെ. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് ആയ FATF ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു പാകിസ്ഥാനെ പോലെ മൗറീഷ്യസിനെ. അപ്പൊ സ്വാഭാവികമായിട്ടും മൗറീഷ്യസിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഫണ്ടിന് ഇനി ഫർദർ ആയിട്ട് കൂടുതൽ സ്ക്രൂട്ടിനി ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ അവിടെ നിന്നുള്ള ഫണ്ടിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം. പക്ഷെ സെബി, അപ്പൊ അടുത്ത ഇതിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ. അവരാണ് ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞേക്കുന്നത് അവിടെ നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതാണ് FPI എന്ന് പറഞ്ഞത്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഷെയർ മാർക്കറ്റിൽ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് FPIs, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. അവിടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ബാറിംഗ് വരാൻ പോകുന്നില്ല, അത് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഇൻക്രീസ്ഡ് സ്ക്രൂട്ടിനി വിൽ ബി ദെയർ എന്നാണ് സെബി പറഞ്ഞിരിക്കുന്നത്. സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി, മുംബൈ ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സെബിയുടെ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ, ഷെയർ മാർക്കറ്റിന്റെയും കൊമോഡിറ്റി മാർക്കറ്റിന്റെയും റെഗുലേറ്ററാണ്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ക്യാൻ സീൽ ട്രേഡ് ഡീൽ വിത്ത് US മച്ച് ഫാസ്റ്റർ സെയ്സ് ഗോയൽ. ഗോയൽ എന്ന് പറഞ്ഞാൽ പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്ററും കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുമാണ്. അപ്പൊ ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്ററും കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുമായ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് US-ഉമായിട്ടുള്ള FTA ഈ വർഷം എൻഡോടുകൂടി തന്നെ അല്ലെങ്കിൽ മച്ച് ഫാസ്റ്റർ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. FTA എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യക്ക് കുറച്ച് രാജ്യങ്ങളുമായിട്ട് FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ട്രേഡ് ബൂസ്റ്റ് ആവും ആ കൺട്രീസിന്റെ ഇടയിൽ. അപ്പം US-ഉമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഉടനെ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അതാണ് ആ ന്യൂസ്. വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാല് വേറൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ഇൻഡിഗോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതിൽ വേറെ ഒന്നും അറിഞ്ഞിരിക്കേണ്ട, ഇൻഡിഗോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇൻഡിഗോ ഇന്ത്യയുടെ നമ്പർ 1 എയർലൈൻ ആണ്. ഇന്ത്യയുടെ നമ്പർ 1 എയർലൈൻ ആണ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ പ്രൊമോട്ടർ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ്. അത് രാഹുൽ ഭാട്ടിയയും രാകേഷ് ഗ്യാങ്വാളുമാണ് സ്റ്റാർട്ട് ചെയ്തത്. രാഹുൽ ഭാട്ടിയ ആൻഡ് രാകേഷ് ഗ്യാങ്വാൾ, GANGWAL ഗ്യാങ്വാൾ. പിന്നെ അടുത്ത മറ്റൊരു ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് മേ ഹാവ് ബോട്ടംഡ് ഔട്ട് അറ്റ് 6% എന്നൊരു ന്യൂസ് ആണ്. അതിൽ ക്രിസിൽ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിംഗിൽ ക്രിസിൽ, CRISIL. ക്രിസിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രിസിൽ, CRISIL, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രിസിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മൂഡീസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച് ഒക്കെയാണ്. അതൊക്കെ US ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്രിസിൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതിന്റെ അടുത്ത ആയിട്ട് തന്നെ ADB ലിസ്റ്റ് മസാല ബോണ്ട്സ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. അപ്പൊ അവിടെ ആ ഫുൾ ന്യൂസ് ഒന്നും നമുക്ക് വേണ്ട. ADB എന്താണ്, മസാല ബോണ്ട്സ് എന്താണ്? ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മനിലയാണ് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അത് ഏഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബാങ്കാണ് ADB. വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IMF എന്നൊക്കെ പറയുന്നത് പോലെ ഏഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മനിലയാണ്, ഫിലിപ്പൈൻസിലെ. മസാല ബോണ്ട്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മസാല ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ബോണ്ട് തന്നെയാണ്. സാധാരണ ബോണ്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പനീസും മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട്, കടം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോണ്ട് ഉപയോഗിച്ച് ഫോറിൻ കൺട്രീസിൽ നിന്ന് വരെ ഇന്ത്യൻ കമ്പനീസ് കടം വാങ്ങാറുണ്ട്. അപ്പം
ഈ ഫോറിൻ കൺട്രീസിൽ നിന്ന് ബോണ്ട് ഉപയോഗിച്ച് കടം വാങ്ങുമ്പോൾ മുമ്പ് ഇന്ത്യൻ കമ്പനീസിന് മണി കിട്ടിക്കൊണ്ടിരുന്ന ഡോളറായും യൂറോ ആയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇന്ത്യൻ കമ്പനീസ് മസാല ബോണ്ട്സ് എന്ന് പറഞ്ഞൊരു ബോണ്ട് ഇറക്കുന്നുണ്ട്. ഈ മസാല ബോണ്ടുകളുടെ പ്രത്യേകത ഓവർസീസ് മാർക്കറ്റുകളിലാണ് ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓവർസീസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതുപോലെയൊക്കെയുള്ള ഫോറിൻ കൺട്രീസിലെ മാർക്കറ്റുകളായിരിക്കും ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ അത് റുപ്പി ബോണ്ടുകളായിരിക്കും. റുപ്പി ബോണ്ടുകൾ ആയതുകൊണ്ട് ഈ കമ്പനീസിന് മണി അവർക്ക് റുപ്പിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു ഓവർസീസ് മാർക്കറ്റിൽ ഇറക്കുന്ന ബോണ്ടിൽ ഇന്ത്യൻ മണിയായ റുപ്പിയിൽ പിന്നീട് പണം കിട്ടുന്നത് മറ്റു ബോണ്ടുകളിലൊന്നും സാധ്യമല്ല. മസാല ബോണ്ടുകൾ മാത്രമേ സാധ്യമുള്ളൂ. അപ്പോൾ മസാല ബോണ്ട് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുക. റുപ്പി ഡോമിനേറ്റഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഇൻ ഓവർസീസ് മാർക്കറ്റ്സ്, അതാണ് മസാല ബോണ്ട്സ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, SBI കാർഡ് IPO ടു ഓപ്പൺ ഓൺ മാർച്ച് 2. SBI കാർഡ് IPO. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ കമ്പനി രൂപീകരിച്ചു, SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ് എന്ന. SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ കമ്പനിയാണ് SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ്. അവര് SBIയുടെ കാർഡ് ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ കമ്പനി. ഈ ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണ് SBI. ഫസ്റ്റ് HDFC ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി HDFC ആണ്. രണ്ടാം സ്ഥാനത്താണ് SBI. അപ്പം ആ SBI കാർഡ്സ് എന്ന് പറയുന്ന കമ്പനി IPO നടത്താൻ വേണ്ടി ഇനിഷ്യൽ പബ്ലിക് ഓഫർ, മാർക്കറ്റിൽ നിന്ന് മണി ബോറോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഷെയർ മാർക്കറ്റിന്റെ പ്രൈമറി മാർക്കറ്റ് എന്നാണ് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് അറിയപ്പെടുന്നത്. മാർക്കറ്റിൽ നിന്ന് പിന്നീട് കമ്പനികൾ അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് അവർ മണി അക്വയർ ചെയ്യും. അതിനെയാണ് IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന വേറൊരു പേരാണ് പ്രൈമറി മാർക്കറ്റ് എന്നും പറയും. SBI കാർഡ് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളതാണ്. കാരണം വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ പേയ്മെന്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ. അപ്പൊ അതിൽ തന്നെ ലീഡർ എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണ്. ലീഡർ HDFC ആണ്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് സത്യ നാദല്ലയുടെ ഒരു ഫോട്ടോ കാണാം, മൈക്രോസോഫ്റ്റിന്റെ CEO സത്യ നാദല്ല. അത് കഴിയുമ്പോൾ ഈ കോളത്തിലേക്ക് വരുമ്പോൾ ഈ കോളത്തിൽ താഴെയായിട്ട് RBI അനൗൺസസ് 2 LTROs early next month എന്ന. RBI അനൗൺസസ് 2 LTROs. LTRO എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ. 3 ഇയർ ടെന്യൂറും 1 ഇയർ ടെന്യൂറും ഉള്ള പിന്നീട് റിപ്പോ റേറ്റിലുള്ള പിന്നീട് ഫണ്ട് ബാങ്കുകൾക്ക് കൊടുക്കാൻ വേണ്ടി RBI തീരുമാനിച്ചു. റിപ്പോ റേറ്റിൽ സാധാരണ ഷോർട്ട് ടൈം ലോൺസേ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ ലോങ് ടൈം ലോൺസ് RBI കൊടുക്കുന്നു. എന്തിനാണെന്ന് ലാസ്റ്റിൽ ഈ ന്യൂസിന്റെ ലാസ്റ്റിലുണ്ട്. LTROs are aimed at helping banks to reduce their lending rates, thereby quickening the monetary policy transmission. അതായത് ബാങ്കുകൾ നമുക്ക് തരുന്ന ലെൻഡിംഗ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ബാങ്കുകളെ സഹായിക്കാനാണ് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ LTRO എന്നുള്ള സംവിധാനം RBI കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ന്യൂസും ഉണ്ട്. പിന്നെ ബന്ധൻ ബാങ്കിനെ കുറിച്ചൊരു ന്യൂസിന്റെ തൊട്ട് മുകളിലായിട്ടുണ്ട്. ആ ന്യൂസ് നമ്മൾ വായിക്കേണ്ട ബന്ധൻ ബാങ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബന്ധൻ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു യൂണിവേഴ്സൽ ബാങ്ക് ആണ്. ബാങ്കുകൾക്ക് 2 തരത്തിലുള്ള ലൈസൻസ് ഉണ്ട്. യൂണിവേഴ്സൽ ബാങ്കിംഗ് ലൈസൻസും ഡിഫറൻഷ്യൽ ബാങ്കിംഗ് ലൈസൻസും. യൂണിവേഴ്സൽ ബാങ്കിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കിംഗ് ആക്ടിവിറ്റീസും ഒരു റെസ്ട്രിക്ഷനും കൂടാതെ നടത്താൻ പറ്റുന്ന ബാങ്കിംഗ് ലൈസൻസ് ആണ് യൂണിവേഴ്സൽ ബാങ്കിംഗ് ലൈസൻസ്. അപ്പൊ ഈ യൂണിവേഴ്സൽ ബാങ്കിംഗ് ലൈസൻസ് ഉള്ള 2 പുതിയ ബാങ്കുകൾ ഇന്ത്യയിൽ പുതുതായിട്ട് ഫോം ചെയ്തു. ഒന്ന് ബന്ധൻ ബാങ്ക്, വേറൊന്ന് IDFC ഫസ്റ്റ് ബാങ്കുമാണ്. IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പൊ ബന്ധൻ ബാങ്ക് ഒരു യൂണിവേഴ്സൽ ബാങ്കാണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 14 പേജ് വേൾഡ് പേജ് കാണുമ്പോൾ അവിടെ ഈ കൊറോണ വൈറസ് ഇൻഫെക്ഷനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ചൈന കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ഇൻഫെക്ഷനും ഡെത്തും ഉണ്ടാക്കിയിരിക്കുന്നത് സൗത്ത് കൊറിയയിലാണ്. അതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് നമ്മൾ വായിക്കണ്ട. പക്ഷേ വൈഡനിങ് US ചൈന റിഫ്റ്റ് ഫ്യൂൽസ് ട്രംപ്സ് മോഡി ഔട്ട്റീച്ച് എന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ US-ഉം ചൈനയും തമ്മിലുള്ള റിഫ്റ്റ് അല്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ പിന്നീട് കൂടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മോഡിയിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ട്രംപിന്റെ ഔട്ട്റീച്ചും കൂടാനുള്ള കാരണം. ഇന്നലെ ഇപ്പം ട്രംപ് ഇന്ത്യയിൽ വന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു, ഇന്ത്യയായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത്. അതിന്റെ കാരണമാണ് പറഞ്ഞേക്കുന്നത്. ആ സംഭവം നിങ്ങളെല്ലാവരും വായിച്ചു വെക്കണം. അത് ഞാൻ ഇന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് വായിക്കാൻ വേണ്ടി. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ക്വാഡ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ക്വാഡ് എന്ന് പറഞ്ഞാൽ QUAD, ക്വാഡ്, ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ഷോർട്ട് ഫോം ആണ് ക്വാഡ്. അതിൽ 4 രാജ്യങ്ങളാണുള്ള ക്വാഡിൽ. USA, ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് ജപ്പാൻ. USA, ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് ജപ്പാൻ. അപ്പൊ ഈ 4 രാജ്യങ്ങളുടെ അലയൻസ് ആണ് ക്വാഡ് എന്നറിയപ്പെടുന്നത്. പിന്നീട് മലബാർ എന്ന് പറഞ്ഞൊരു ട്രൈലാറ്ററൽ നേവൽ എക്സർസൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. മലബാർ എന്ന് അറിയപ്പെടുന്ന ട്രൈലാറ്ററൽ നേവൽ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും USAയും ജപ്പാൻ ചേർന്നതാണ്. ഇന്ത്യയും USAയും ജപ്പാൻ ചേർന്ന് നടത്തുന്ന ട്രൈലാറ്ററൽ നേവൽ എക്സർസൈസ് ആണ് മലബാർ. പിന്നെ അതൊക്കെയാണ്. പിന്നീട് താഴെ വരുമ്പോൾ ഹോസ്നി മുബാറക് ഔട്ട്സ്റ്റഡ് ബൈ അറബ് സ്പ്രിംഗ് ഇൻ 2011 ഡൈസ് എന്നൊരു ന്യൂസ് ഉണ്ട്.
അതായത് ഈ ഹോസ്നി മുബാറക് എന്ന പേര് എല്ലാവരും പഠിക്കണം. 30 വർഷത്തോളം പിന്നീട് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഹോസ്നി മുബാറക്. ഹോസ്നി മുബാറക്കിന്റെ അവസാനം പിന്നീട് അവിടുന്ന് ഭരണത്തിൽ നിന്ന് പുറത്താക്കി. അറബ് സ്പ്രിംഗ് എന്നറിയപ്പെടുന്ന ഒരു സംഭവം അറബ് രാജ്യങ്ങളിലെല്ലാം ആഞ്ഞടിച്ച ഒരു സമയത്ത് പല ഭരണാധികാരികളും അറബ് രാജ്യങ്ങളിൽ നിന്ന് പുറത്തായി അവരുടെ അധികാരത്തിൽ നിന്ന്. അന്ന് ഈജിപ്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഭരണാധികാരിയാണ് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഹോസ്നി മുബാറക്. 30 വർഷത്തോളം, അതായത് ഞാനൊക്കെ ജനിച്ച സമയത്താണ് പിന്നീട് അതിന് ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഹോസ്നി മുബാറക് എന്ന് പറഞ്ഞ ആൾ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആവുന്നത്. പക്ഷെ പിന്നീട് 30 വർഷത്തോളം ഈജിപ്തിന്റെ പ്രസിഡന്റായിട്ട് അധികാരത്തിലിരുന്നു. പക്ഷെ പുള്ളി ഇന്നലെ മരിച്ചുപോയി. പക്ഷെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈജിപ്തിന്റെ പ്രസിഡന്റ് ഒന്നും അല്ല. കാരണം അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അറബ് സ്പ്രിംഗ് എന്നറിയപ്പെടുന്ന സംഭവം എന്താ പറഞ്ഞാൽ ടുണീഷ്യയിലെ പ്രസിഡന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയും ഇതുപോലൊരു ഓട്ടോക്രാറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്വേച്ഛാധിപതി. അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ടുണീഷ്യയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് പക്ഷെ അറബ് രാജ്യങ്ങളിലെല്ലാം പടർന്നു പിടിക്കുക. അവിടെയെല്ലാം ഇതുപോലുള്ള ഓട്ടോക്രാറ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ലിബിയയിലെ ഗദ്ദാഫിയെ പുറത്താക്കി, ഈജിപ്തിലെ ഹോസ്നി മുബാറക്കിനെ പുറത്താക്കി. അങ്ങനെ അത് വ്യാപിച്ചു. അതുകൊണ്ടാണ് ഇതിന് അറബ് സ്പ്രിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഹോസ്നി മുബാറക് മരിച്ചു. അതിന്റെ ഇപ്പുറത്ത് ജൂലിയൻ അസാഞ്ചിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജൂലിയൻ അസാഞ്ച് ആരാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇപ്പുറത്തെ പേജിലേക്ക് വരുമ്പോൾ 12th പേജിൽ നമുക്ക് ഒന്നും എഴുതിയെടുക്കാനുണ്ട്. 12th പേജില് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ പേരുണ്ട്, അനിൽ ബൈജാൽ. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലാണ്, BAIJAL, അനിൽ ബൈജാൽ. വേറെ ഒന്നും അവിടെ ബാക്കിയെല്ലാം പൊളിറ്റിക്സ് ആണ്. ഞാൻ ഇന്നലെയും പറഞ്ഞ ആ പേജിൽ ഇന്നലെയും ഒന്നും എഴുതിയെടുക്കാനുണ്ടായിരുന്നു. അതിനടുത്ത പേജിലേക്ക് വരുമ്പോൾ ഫുൾ US പ്രസിഡന്റിന്റെ വിസിറ്റിനെ കുറിച്ചാണ്. ആ US പ്രസിഡന്റിന്റെ വിസിറ്റിനെ കുറിച്ച് ഉള്ള ന്യൂസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുഎസ്എയും ഇന്ത്യയും ഇങ്ങനെ ഡിക്ലെയർ ചെയ്തൊന്നുമില്ല. മോഡിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് അവർ ഇഷ്യൂ ചെയ്തപ്പോ നമ്മള് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ, US ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു: കോംപ്രഹെൻസീവ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനി മുതൽ അറിയപ്പെടുക അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ആണ് ഇന്ത്യ US റിലേഷൻഷിപ്പിന്, കോംപ്രഹെൻസീവ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. കോംപ്രഹെൻസീവ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് ലെവലിലേക്കാണ് ഇപ്പം എലിവേറ്റ് ചെയ്യപ്പെട്ടതെന്ന്. അത് കോംപ്രഹെൻസീവ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ലെവലിലേക്കാണ്. പിന്നെ ആ ന്യൂസ് എല്ലാവരും വായിക്കേണ്ടതാണ്, വേറെ ഒന്നും അതിൽ ഞാൻ പറയുന്നില്ല. പിന്നീട് അത് കഴിയുമ്പോൾ ഇന്ത്യയും US തമ്മിൽ ഡിഫൻസ് ഡീലുകളാണ് ഇന്നലെ സൈൻ ചെയ്തത്. ഡിഫൻസ് ഡീലുകളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ 24 MH-60R സീഹോക്ക് ഹെലികോപ്റ്റേഴ്സ് വാങ്ങാനുള്ള ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. 24 MH-60R 24 MH-60R സീഹോക്ക് ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ 6 അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സും 6 അപ്പാച്ചെ APACH അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സും വാങ്ങാനുള്ള അഗ്രിമെന്റ് സൈൻ ചെയ്തു. രണ്ടും കൂടെ ഏകദേശം $3 ബില്യൺ, ഏകദേശം 21,000 കോടി രൂപയുടെ അഗ്രിമെന്റ് ആണ്. പിന്നെ ട്രംപ് ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഡസ്ട്രിയലിസ്റ്റുകളുമായിട്ടെല്ലാം പിന്നീട് മീറ്റിംഗ് നടത്തി. എന്നിട്ട് അവരോടെല്ലാം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ലീഡിംഗ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ട്രംപുമായിട്ട് മീറ്റിംഗ് നടത്തിയ ആൾക്കാർ, ഞാൻ പറയുന്ന ആൾക്കാർ എല്ലാവരും നിങ്ങൾക്ക് അറിയായിരിക്കും, അതിനകത്ത് ആരിലുണ്ട് എഴുതണം: മുകേഷ് അംബാനി റിലയൻസ് ചെയർമാൻ, മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ, ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരനാണ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ, ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാരമംഗലം ബിർള ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ, ലക്ഷ്മി മിത്തൽ ആഴ്സലോർ മിത്തലിന്റെ ചെയർമാൻ ലക്ഷ്മി മിത്തൽ. ഇതിൽ ആരെങ്കിലും അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. പിന്നെ അതിന്റെ താഴെ തന്നെ രാജ്യസഭാ ഇലക്ഷൻസ് നടക്കാൻ പോകും. രാജ്യസഭയിൽ ഒഴിവ് വരുന്ന വേക്കൻസികളിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. രാജ്യസഭയിൽ എപ്പോഴും അങ്ങനെയാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. രാജ്യസഭയിൽ ഒഴിവ് വരും, വേക്കൻസി ഉണ്ടാവും, അപ്പൊ അവിടേക്ക് മാത്രമേ ഇലക്ഷൻ നടക്കും. ലോക്സഭ പോലെ ഒരുമിച്ച് പിരിച്ചുവിട്ട് നടത്തുന്ന ഇലക്ഷൻ അല്ലല്ലോ രാജ്യസഭ. ലോക്സഭ ഒരു പെർമനന്റ് ബോഡി അല്ലാത്തതുകൊണ്ട് 5 ഇയേഴ്സിൽ അതിനെ ഡിസോൾവ് ചെയ്തിട്ട് പുതിയ ലോക്സഭയെ ഇലക്ട് ചെയ്യും. പക്ഷെ രാജ്യസഭ അങ്ങനെയല്ല, രാജ്യസഭ പെർമനന്റ് ബോഡിയാണ്. അവിടെ ഒഴിവ് വരും, ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആൾക്കാർ അവിടെ നിന്ന് പിരിയും. അപ്പൊ അതിന് പകരം പുതിയ ഇലക്ഷൻ നടത്തും. അത് MLA-മാരാണ് അവിടുത്തെ MP-മാരെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ MLA-മാരാണ് അവിടുത്തെ MP-മാരെ, രാജ്യസഭ MP-മാരെ സെലക്ട് ചെയ്യുന്നത്. ഒരു രാജ്യസഭ MP-യുടെ ടേം 6 ഇയേഴ്സ് ആണ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ ടെസ്റ്റ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ടെസ്റ്റ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ പ്രോ CAA ആൾക്കാരും ആന്റി CAA ആൾക്കാരും തമ്മിലുള്ള
വയലൻസ്, അതിനൊരു കമ്മ്യൂണൽ കളർ ഉണ്ട്, ഏകദേശം ഒരു ഹിന്ദു മുസ്ലിം റയറ്റ് ആയിട്ടത് മാറുന്നു, 10ൽ കൂടുതൽ ആൾക്കാർ മരിക്കുന്നു. അപ്പൊ അവിടുത്തെ ഡൽഹിയിലെ പോലീസ് ഇൻഎഫിഷ്യന്റ് ആണ് എന്ന് ചില സമയങ്ങളിലും തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നൊക്കെയുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ വായിച്ചത്. എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും വായിക്കണം. ഇന്ത്യയിലെ ഒരു ബേണിംഗ് ഇഷ്യൂ ആണത്. അത് കഴിയുമ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയൽ ക്രൈസിസ് ഇൻ മലേഷ്യ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. മലേഷ്യയിലെ ക്രൈസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വേൾഡിലെ ഓൾഡസ്റ്റ് ഇലക്ടഡ് ലീഡർ ആയിരുന്ന മഹാതിർ മുഹമ്മദ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം റിസൈൻ ചെയ്തു. ആ റിസൈൻ ചെയ്തതിന്റെ റീസൺസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. മലേഷ്യയില് അൻവർ ഇബ്രാഹിമിന്റെ സപ്പോർട്ടോടുകൂടിയാണ് മഹാതിർ മുഹമ്മദ് ഭരിച്ചുകൊണ്ടിരുന്നത്. അൻവർ ഇബ്രാഹിമിന് പവർ ഷെയർ ചെയ്യാം എന്ന് മഹാതിർ മുഹമ്മദ് പറഞ്ഞിരുന്നു. പക്ഷേ അൻവർ ഇബ്രാഹിമിന് പവർ ഷെയർ ചെയ്യുന്നതിൽ എതിർപ്പുള്ള ആൾക്കാരും മനസ്സിന്റെ ഉള്ളിൽ മഹാതിർ മുഹമ്മദിനും അതിന്റെ എതിർപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെയൊക്കെ ഒരു അനന്തര ഫലമാണ് മഹാതിർ മുഹമ്മദിന്റെ ഈ സ്റ്റെപ്പ് ഡൌൺ ഫ്രം ദ ത്രോൺ ഓഫ് ഫ്രം ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മലേഷ്യ. അപ്പം അത് നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എന്താണെന്ന് മനസ്സിലാവും. എല്ലാവരും വായിച്ചു നോക്കണം. അവിടെ അത്രയാണ് ഉള്ളത്. പിന്നീട് അത് ചില ആർട്ടിക്കിൾസ് ഞാൻ വായിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് തരാം. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ EAC ഡിഫേഴ്സ് നോട്ട് ഫോർ പാർലമെന്ററി റിവാമ്പ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. EAC എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റ് ഏരിയ കംപ്ലീറ്റ് റീഡെവലപ്പ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. പാർലമെന്റും അതിനടുത്തുള്ള പ്രദേശങ്ങളും പബ്ലിക് ഗവൺമെന്റ് ഓഫീസസുകളും എല്ലാം റീഡെവലപ്പ് ചെയ്ത് പിന്നീട് പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിന്റെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. CPWD എന്ന് വെച്ചാൽ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത്രയാണ് ഇന്നത്തെ ഹിന്ദു പത്രം. നമ്മളെല്ലാവരും ഈ പത്രം എല്ലാവരും വായിക്കണം. വായിക്കേണ്ടത് ഇത്രയും ഞാൻ പറഞ്ഞ ഏരിയകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ നമുക്ക് വായിക്കാനുള്ള കാര്യങ്ങള് EPFO എന്താണെന്ന് അറിഞ്ഞിരിക്കണം. EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ്. EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. EPFO എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 20 എംപ്ലോയീസോ അതിൽ കൂടുതലോ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ EPF ബെനിഫിറ്റ്, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ബെനിഫിറ്റ് നമ്മുടെ സ്റ്റാഫ് കൊടുത്തിരിക്കണം. ബിന്നി ബൻസാൽ, അദ്ദേഹത്തിന്റെ പേരുണ്ടെന്നത് പത്രത്തിൽ. ബിന്നി ബൻസാൽ ഫ്ലിപ്കാർട്ടിന്റെ കോ ഫൗണ്ടറാണ് ബിന്നി ബൻസാൽ. ഹർഷവർദ്ധൻ ശൃംഗ്ല, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയാണ് ഹർഷവർദ്ധൻ ശൃംഗ്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിയുമ്പോ വാൾമാർട്ടിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വാൾമാർട്ട് വേൾഡിലെ ഏറ്റവും വലിയ റീറ്റെയിലിംഗ് കമ്പനിയാണ്. അമേരിക്കൻ കമ്പനിയാണ്. വേൾഡിലെ ഏറ്റവും വലിയ റീറ്റെയിലിംഗ് കമ്പനിയാണ് വാൾമാർട്ട്. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് NGT. പിന്നീട് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോർട്ടാണ്. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിന്റെ പരിഹാരം കണ്ടുപിടിക്കാനുള്ള കോർട്ടാണ് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ആദർശ് കുമാർ ഗോയൽ ആണ് അതിന്റെ ചെയർമാൻ. ആദർശ് കുമാർ ഗോയൽ. പിന്നീട് ദിലീപ് ഷാങ്വി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൺ ഫാർമയുടെ ഫൗണ്ടർ. ദിലീപ് ഷാങ്വി, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൺ ഫാർമയുടെ ഫൗണ്ടർ. FMCG ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ മാസ്റ്റർ കാർഡിന്റെ CEO ആണ് അജയ് ബംഗ, ഇന്ത്യക്കാരനായ അജയ് ബംഗ, BANGA. അജയ് ബംഗയാണ് മാസ്റ്റർ കാർഡ് CEO. പിന്നെ ടെസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ടെസ്കോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ലോകത്തിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ റീറ്റെയിലിംഗ് കമ്പനി വാൾമാർട്ട് ആണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ റീറ്റെയിലിംഗ് കമ്പനി ടെസ്കോ, ബ്രിട്ടീഷ് കമ്പനിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ ന്യൂസ്. അപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സ് ഈ ന്യൂസ് പേപ്പേഴ്സ് നന്നായിട്ട് നോക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക. താങ്ക് യു.